കൂത്ത് വണ്ണാന്മാർ നടത്തുന്ന ഹാസ്യരസപ്രധാനമായ കൂത്താണ് വണ്ണാൻ കൂത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വെള്ളാട്ടവേഷം ധരിച്ചുകൊണ്ട് കഥ പറയുന്ന തെയ്യക്കൂത്തിൽ പുരാണ കഥകളാണ് ഉപയോഗിക്കുന്നത്. കൂത്ത് കെട്ടിയ കോലക്കാരൻ തന്നെ കൂത്ത് പറയുന്നു. ചങ്ങനും പൊങ്ങനും എന്ന രണ്ട് വിദൂഷക വേഷം കൂത്തിന് മുമ്പ് പുറപ്പെടും. വനവാസം ചെയ്യുവാനും ഒരു വർഷം ആരും കാണാതെ അജ്ഞാതവാസം ചെയ്യുവാനും കൽപ്പിക്കുകയും ആ കൽപ്പിതത്തെ തെല്ലുപോലും ലംഘിക്കാതെ തന്റെ പൗത്രന്മാരെ കണ്ട് പിതാമഹനായിട്ടുള്ള വ്യാസമഹർഷി പ്രകാരം പറഞ്ഞു, അല്ലയോ പൗത്രന്മാരെ, പ്രയാസം ജയിക്കാൻ സാധിക്കില്ല. കാരണം എന്താ, ശക്തന്മാരായിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള ദ്രോണാചാര്യര്, ഭീഷ്മൻ, കർണൻ, ശകുനി, ശല്യർ തുടങ്ങിയുള്ളതായ മഹാരഥന്മാര് അവരുടെ കൂടെയുണ്ട്. പോലും അവരെ യുദ്ധത്തിൽ തപസ് ചെയ്ത് ശത്രുസംഹാരാർത്ഥമായിട്ടുള്ള പാശപദാസ്ത്രം വാങ്ങണം എന്ന് വ്യാസമഹർഷി തന്റെ പൗത്രന്മാരെ ഉപദേശിച്ചു. ഈ ഉപദേശത്തെ, തന്റെ പിതാമഹന്റെ ഉപദേശത്തെ കേട്ട് ഭക്തനായ പാർത്തൻ ആ കൈലാസനാഥനെ പിന്നാലെ ഉണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ട് വില്ലാളി വീരന്മാരായിട്ടുള്ള ശത്രുക്കൾ പിന്നാലെ ഉണ്ടോ എന്നൊക്കെ തിരിഞ്ഞു നോക്കിക്കൊണ്ടും കാട്ടിൽ കുക്കു കളിച്ചുകൊണ്ടലറിയും കാട്ടാളക്കൂട്ടത്തിനായി എത്തി തമ്പു തറച്ചു സവിധം നിന്ന്